മഞ്ചേശ്വരത്ത് കോടതിയുടെ സഹായത്തോടെ താമര വിരിയിക്കുവാൻ ബി.ജെ.പിക്ക് കഴിയുമോ? ഈ വിഷയമാണ് സൂപ്പർ പവർ ചർച്ച ചെയ്യുന്നത്. അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ 259 പേർ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത 259 പേർ ആ ദിവസം ഇല്ലായിരുന്നു. അവരല്ല വോട്ട് ചെയ്തത്. അതിൽ 197 പേരും വിദേശത്തായിരുന്നു. ബാക്കിയുള്ളവരുടെ പേരിലും കള്ളവോട്ട് നടന്നു. ഇതായിരുന്നുവല്ലോ കെ സുരേന്ദ്രന്റെ ആരോപണം തെരഞ്ഞെടുപ്പ് ഹർജിയിൽ. ഇപ്പോൾ അസിസ്റ്റന്റ് സോളിസിറ്റർ ജനറൽ നൽകിയിരിക്കുന്ന റിപ്പോർട്ട് പ്രകാരം 20 പേരുടെ പാസ്പോർട്ട് രേഖകൾ പരിശോധിച്ചപ്പോൾ ഇവർ വിദേശത്തായിരുന്നു ആ ദിവസം. അപ്പോൾ അവരുടെ പേരിൽ നാട്ടിൽ കള്ളവോട്ട് നടന്നിട്ടുണ്ട്, മഞ്ചേശ്വരം നിയോജക മണ്ഡലത്തിൽ കള്ളവോട്ട് നടന്നിട്ടുണ്ട് എന്നതാണല്ലോ. പിന്നെ ഒരു 6 പേരുടെ കൂടെ പരിശോധിച്ചിരുന്നു അസിസ്റ്റന്റ് സോളിസിറ്റർ ജനറൽ. പക്ഷേ അവരുടെ കാര്യത്തിൽ കൃത്രിമത്വം കണ്ടെത്താൻ കഴിഞ്ഞില്ല. പക്ഷേ ഇതുവരെ 26 പേരുടെ പാസ്പോർട്ട് രേഖകൾ പരിശോധിച്ചപ്പോൾ തന്നെ 20 പേർ വിദേശത്തായിരുന്നു ആ ദിവസം. അവർ നാട്ടിലെത്തി വോട്ട് ചെയ്യാൻ വന്നിട്ടില്ല. സുരേന്ദ്രൻ ഉന്നയിച്ച ആരോപണങ്ങൾ ശരിവെക്കുന്നതാണ്. ഇനി ബാക്കിയുള്ളവരുടെ പാസ്പോർട്ട് രേഖകൾ കിട്ടുന്നതനുസരിച്ച് ഈ പരിശോധന അസിസ്റ്റന്റ് സോളിസിറ്റർ ജനറൽ പൂർത്തിയാക്കും. ഇവിടെ ബി.ജെ.പിയുടെ കെ സുരേന്ദ്രന്റെ തെരഞ്ഞെടുപ്പ് ഹർജിയെ സാധൂകരിക്കുന്ന രീതിയിലല്ലേ കോടതിയിൽ തെളിവുകൾ വരുന്നത്? മഞ്ജുഷ, ഞാൻ ഒരു കാര്യം ആദ്യമായിട്ട് പറഞ്ഞോട്ടെ. ഇവിടെ നടക്കുന്നത് ഒരു എലക്ഷൻ കേസിൻ്റെ ട്രയലാണ്. എലക്ഷൻ കേസിൻ്റെ ട്രയലിലെ ഫസ്റ്റ് സമൺ സ്റ്റേജിലാണ്. ഇവിടെ വന്ന 3 പേരിൽ 2 പേർ, അതായത് ഹൈക്കോടതിയിൽ വന്ന 3 ആളുകൾ വന്ന് മൊഴി കൊടുത്തതിൽ 2 പേര് ഞങ്ങൾ വോട്ട് ചെയ്തു എന്ന് പറയുകയും ഒരാൾ വോട്ട് ചെയ്തില്ല എന്ന് പറയുകയും ചെയ്തു. എന്നാൽ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത് ഇവിടെ 2 പേര് വന്നു, 2 പേരെ വന്നുള്ളൂ, ആ 2 പേര് വോട്ട് ചെയ്തില്ല എന്ന് പറഞ്ഞു. ഇതൊക്കെ ട്രയലിനെ സ്വാധീനിക്കുന്ന പ്രൊപ്പഗൻഡാസാണ്. ഞാൻ ഒരു കാര്യം പറയാം. ഈ സമൻസ് കിട്ടിയവരിൽ 21 പേർ ഹാജരാകേണ്ടതായിരുന്നില്ലേ? ഇങ്ങനെ 21 പേരിൽ 3 പേർ മാത്രമാണോ ഹാജരായത്? അങ്ങനെയുണ്ടോ? അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ലേ? ഹൈക്കോടതിയിൽ 3 പേരെ ഹാജരായിട്ടുള്ളൂ. ചൊവ്വാഴ്ച 10 പേര് ഹാജരാകുന്നുണ്ട്. ഞാൻ പറയട്ടെ, ഇത് ട്രയൽ നടക്കുന്ന സമയത്ത് നമ്മളിപ്പോൾ ഹൈക്കോടതിയിലെ റിട്ട് പെറ്റീഷനിലെ ഇൻട്രീം ഓർഡറിൻ്റെ മേലോ അല്ലെ ഫൈനൽ ജഡ്ജ്മെൻറ്റ് പോലെ ചർച്ച ചെയ്യുന്നത് പോലെയല്ല. ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ സംസാരിക്കുന്ന കാര്യങ്ങൾ ചൊവ്വാഴ്ച വരുന്ന സാക്ഷിയെ സ്വാധീനിക്കപ്പെടാൻ പാടില്ല എന്ന് നല്ല ബോധ്യത്തോടു കൂടി സംസാരിക്കാൻ. ഞാൻ പറയുന്നത് അസിസ്റ്റന്റ് സോളിസിറ്റർ ജനറൽ കൊടുത്ത സ്റ്റേറ്റ്മെൻറ്റിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ 259 പേരുടെയും ചെക്ക് ചെയ്തിട്ട് അദ്ദേഹത്തിന് റിപ്പോർട്ട് കൊടുക്കാമായിരുന്നു. ഇനി ഈ 259ൻ്റെ കാര്യത്തിലെ സുരേന്ദ്രന് തർക്കമുള്ളൂ. സുരേന്ദ്രൻ്റെ എവിഡൻസ് തീർന്നാലുടൻ റസാക്കിൻ്റെ എവിഡൻസ് വരും. ആ റസാക്കിൻ്റെ എവിഡൻസിൽ ഒരു 500 പേരുടെ ലിസ്റ്റ് അവർക്ക് സംശയമുള്ളവരുടെ കൊടുത്താൽ അതും പരിശോധിക്കും. ഇതെല്ലാം പരിശോധിച്ച് ഫൈനലൈസ് ചെയ്തിട്ട് ഒരു ഫൈനലൈസ് ചെയ്തിട്ട് എവിഡൻസ് ക്ലോസ് ചെയ്തിട്ട് ആർഗ്യുമെന്റ് നടക്കുമ്പോൾ മാത്രമേ ആരെങ്കിലും ജയിക്കുമോ തോക്കുമോ എന്ന് പറയാൻ പറ്റൂ. അല്ല, അങ്ങനെ ഒരു ചർച്ചയല്ല നമ്മൾ ഉദ്ദേശിച്ചത്. അങ്ങനെ ഒരു ചർച്ചയല്ല നമ്മൾ നടത്തുന്നത്. ആരാണ് ജയിക്കുക തോൽക്കുക എന്നുള്ളതല്ല. അത് കോടതിയിൽ തീരുമാനിക്കേണ്ട കാര്യം തന്നെയാണ്. ഈ ഹർജിയിൽ ആരാണ് ജയിക്കുക തോൽക്കുക എന്ന് താങ്കൾ ഒരു കാര്യം പറഞ്ഞുവല്ലോ. ഈ അസിസ്റ്റന്റ് താമര വിരിയുമോ എന്ന വാക്ക് ചോദിച്ചപ്പോൾ സാധ്യതയില്ല. ശരി. അപ്പോൾ അസിസ്റ്റന്റ് സോളിസിറ്റർ ജനറൽ കൊടുത്തിരിക്കുന്ന റിപ്പോർട്ട് അല്ലല്ല, താങ്കൾ പറയുന്നു ഇപ്പോൾ മുഴുവൻ റിപ്പോർട്ട് ആയതിനു ശേഷം അസിസ്റ്റന്റ് സോളിസിറ്റർ ജനറൽ ഇങ്ങനെ ഒരു റിപ്പോർട്ട് കൊടുത്താൽ മതി എന്നാണോ? ഈ 197 പേരല്ലേ ഈ വിദേശത്തുണ്ടായിരുന്നവർ എന്ന ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. എവിഡൻഷ്യറി വാല്യൂ അസിസ്റ്റന്റ് സോളിസിറ്റർ ജനറലിന്റെ സ്റ്റേറ്റ്മെന്റിനല്ല, 259 പേരുടെ മൊഴിക്കാണ്. ഇനിയും റസാക്ക് വിളിക്കുന്ന 500 പേരുടെ മൊഴിക്കാണ്. ഈ മൊഴികൾക്കൊക്കെ എവിഡൻഷ്യറി വാല്യൂ ഉള്ളൂ. ഈ പറഞ്ഞ എല്ലാ പാസ്പോർട്ട് വന്നില്ല എന്ന് സ്റ്റേറ്റ്മെന്റ് കൊടുത്തോട്ടെ, അവരും ബി.ജെ.പിയുടെ ആളുകൾ തന്നെയാണല്ലോ ഇവരൊക്കെ. അവർ കൊടുത്ത സ്റ്റേറ്റ്മെന്റ് റിലേ ചെയ്യാൻ പറ്റില്ല. അവരുടെ മൊഴി വരട്ടെ 226 പേരുടെ എന്ന് പറഞ്ഞാൽ ആ മൊഴി എന്ത് വരുന്നു എന്ന് മാത്രമേ റിലവൻസ് ഉള്ളൂ. ആ മൊഴിയിൽ ഞങ്ങളിവിടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ഉണ്ടായിരുന്നു തന്നെയാണ്, ഇല്ല എന്നുള്ള അവർ എസ്റ്റാബ്ലിഷ് ചെയ്യണം. അതുകൊണ്ട് ഇതൊന്നും കൊണ്ടൊന്നും കേസ് ജയിക്കാമെന്ന് വിചാരിക്കേണ്ട. ഈ കേസിൽ ഒരു സാധ്യതയുമില്ല സുരേന്ദ്രന് വിജയിച്ചു വരാൻ. കാരണം ഞാൻ പറയാം, സുരേന്ദ്രന് പറയാൻ 26 പേരുടെ കാര്യമുള്ളൂ, 259 ഒന്നും ഇല്ല. അതായത് ഈ അസിസ്റ്റന്റ് സോളിസിറ്റർ ജനറലിന്റെ റിപ്പോർട്ട്, അതായത് വിദേശത്തുള്ളവരെയാണല്ലോ കണ്ടെത്തിയത്. അവർ ആ ദിവസം പാസ്പോർട്ട് രേഖകൾ പരിശോധിച്ചപ്പോൾ 26-ൽ 20 പേരും വിദേശത്തായിരുന്നു, ഇവിടെ വോട്ട് ചെയ്യാൻ ഇല്ലായിരുന്നു എന്ന്. ഇതോടുകൂടി അസിസ്റ്റന്റ് സോളിസിറ്റർ ജനറലിന്റെ റിപ്പോർട്ട് ക്ലോസ് ചെയ്തു എന്നാണോ? ബാക്കിയുള്ളവരുടെ രേഖകൾ പരിശോധിക്കാനുള്ള അവസരമില്ല എന്ന് ചോദിച്ചോട്ടെ. ഈ 26ന്റെ കണക്കെന്താ? 26ന്റെ കണക്കെന്താ? 259ന്റെ കണക്കൊക്കെ നോക്കിയാൽ പോരായിരുന്നോ? എന്തിനാ 26 നോക്കിയത്? എന്താ അസിസ്റ്റന്റ് സോളിസിറ്റർ ജനറൽ 259 നോക്കാഞ്ഞത്?
അതായത് ബാക്കിയുള്ളവർ സംശയം ചോദിച്ചത് ബാക്കിയുള്ളവരുടെ പാസ്പോർട്ട് രേഖകൾ കിട്ടുന്നതിനനുസരിച്ച് നോക്കിയാൽ മതിയോ എന്ന്. ഇത് പാസ്പോർട്ട് രേഖകൾ കിട്ടുന്നതിന് വേണ്ടി സിംഗിൾ ക്ലിക്ക് മതി ഇന്ന്, പഴയ കാലമല്ല. അസിസ്റ്റന്റ് സോളിസിറ്റർ ജനറൽ എന്ന് പറഞ്ഞാൽ പാസ്പോർട്ട് ഓഫീസറുടെയൊക്കെ മുഴുവൻ റിപ്പോർട്ട് ഒറ്റ മെയിലിൽ കിട്ടാവുന്ന ആളാണ്. അതുകൊണ്ട് അതിനധികം സമയമൊന്നും വേണ്ട. ഈ രേഖകളൊക്കെ കണ്ടുപിടിക്കാൻ ഒരുപാട് സമയമൊന്നും വേണ്ട. അപ്പം ഇതുകൊണ്ടൊന്നും ജയിക്കാൻ ഒരു സാധ്യത തെളിഞ്ഞിട്ടില്ല, തുടക്കമേ ആയിട്ടുള്ളൂ. ഒരു കാര്യം മഞ്ജുഷിനോട് ഒന്നുകൂടെ ഞാൻ പറയുകയാണ്, ട്രയൽ നടക്കുന്ന സ്റ്റേജ് അബ്ദുൾ റസാഖ് ജയിച്ചാലും സുരേന്ദ്രൻ ജയിച്ചാലും സത്യം ജയിക്കണമെന്ന് വിചാരിക്കണം ആദ്യം. ഈ പറയുന്ന കാര്യങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ പ്രചരിപ്പിച്ചു വരുന്ന കാര്യങ്ങൾ വെച്ചിട്ട് ഒരു സാക്ഷിയെങ്കിലും സ്വാധീനിക്കപ്പെടുന്നുണ്ടെങ്കിൽ അത് ജനാധിപത്യത്തോടുള്ള വെല്ലുവിളിയാണ്. അതുകൊണ്ട് ട്രയൽ നടക്കുന്ന സമയത്ത് നമുക്ക് കൺക്ലൂഷനിലേക്ക് വരണ്ട. കൺക്ലൂഷനിലേക്ക് എന്തായാലും എത്തുന്നില്ല. താങ്കൾ ആവർത്തിച്ച കാര്യം പറയരുത്. അങ്ങനെ ഒരു കൺക്ലൂഷനിലേക്ക് പോകുവാനുള്ള യാതൊരു ഉദ്ദേശവുമില്ല. ഇപ്പോൾ ഞാൻ പറഞ്ഞത് അത് നടക്കുകയാണ്. സോഷ്യൽ മീഡിയയിൽ ഇത്തരം പ്രചാരം നടന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അവിടെ ആ ചർച്ചകൾ നടക്കട്ടെ. എന്തായാലും നമ്മുടെ ചർച്ച അങ്ങനെ ഒരു ഉദ്ദേശം വെച്ചുകൊണ്ടല്ല. എന്തായാലും താങ്കൾ അങ്ങനെ തെറ്റിദ്ധരിച്ചിട്ടില്ല എന്നതിൽ സന്തോഷമുണ്ട്. സന്തോഷമുണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. ശ്രീ ബി രാധാകൃഷ്ണ മേനോൻ, BJP ഉന്നയിക്കുന്ന ഒരു ആരോപണമുണ്ടല്ലോ, ഇവിടെ നേരിട്ട് സാക്ഷികൾ ഹാജരാകണം. ഈ വോട്ട് ചെയ്തിട്ടില്ല എന്ന് കെ സുരേന്ദ്രൻ കോടതിയിൽ പറഞ്ഞിരിക്കുന്ന ഈ സാക്ഷികൾ നേരിട്ട് ഹാജരാകണം കോടതിയിൽ. എന്നിട്ട് പറയണം ഞങ്ങൾ ആ ദിവസം വോട്ട് ചെയ്തിട്ടില്ല, മറ്റുള്ളവർ ഞങ്ങളുടെ പേരിൽ വോട്ട് ചെയ്തിരിക്കുന്നു എന്ന കാര്യമാണല്ലോ കോടതിയെ ബോധ്യപ്പെടുത്തേണ്ടത്. ഇതിനാണ് ഈ സമൻസ് കോടതി അയച്ചിരിക്കുന്നത്. BJP ഉന്നയിക്കുന്ന ആരോപണം, ഇങ്ങനെയുള്ള സമൻസ് ഈ സാക്ഷികൾക്ക് കിട്ടാതിരിക്കുന്നതിന് വേണ്ടി UDFും അവരോടൊപ്പം തന്നെ LDF നേതാക്കളും സമ്മർദ്ദം ചെലുത്തുന്നു, ഭീഷണിപ്പെടുത്തുന്നു ഈ സമൻസ് വാങ്ങാതിരിക്കാനും അവർ കോടതിയിൽ എത്താതിരിക്കാനും. അവിടെയാണ് BJP ഉന്നയിക്കുന്ന ആരോപണം. ഇതുവരെ 3 പേർ മാത്രമാണ് കോടതിയിൽ ഇങ്ങനെ നേരിട്ട് ഹാജരായത്. ശരിയല്ലേ ശ്രീ അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ? 3 പേർ മാത്രമാണ് ഇതുവരെ ഹാജരായിട്ടുള്ളത്. അതെ, ട്രയൽ തുടങ്ങിയിട്ടേ ഉള്ളൂ. ശരി. എന്നാലും BJPയുടെ ഒരു ആരോപണമുണ്ട്, 3 പേർ മാത്രം ഹാജരാകാനുള്ള കാരണം പലർക്കും സമൻസ് കൈപ്പറ്റാൻ പറ്റിയിട്ടില്ല എന്ന്. എന്തുകൊണ്ടാണ് ശ്രീ ബി രാധാകൃഷ്ണ മേനോൻ ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുന്നത്? ഇപ്പോൾ അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ പറഞ്ഞത് 26-ൽ 20 പേരിൽ തീർന്നു, അതിനപ്പുറം ഈ തെരഞ്ഞെടുപ്പ് ഹർജി പോകുവാനുള്ള സാധ്യതകൾ മങ്ങിയിരിക്കുകയാണ് എന്ന്. അല്ല, ഇവിടെ കോടതിയുടെ സമൻസ് നടപ്പാക്കാൻ ബാധ്യതപ്പെട്ട ഗവൺമെൻറ്റിൻ്റെ ഉദ്യോഗസ്ഥന്മാർ, അവരെ സംബന്ധിച്ചിടത്തോളം സർക്കാർ, ഇപ്പോൾ നമുക്കറിയാം പോലീസ് ഇതുമായി എല്ലാം ബന്ധപ്പെട്ടിട്ടാണ്, ഭരണരംഗവുമായി ബന്ധപ്പെട്ട ധാരാളം ഘടകങ്ങളുണ്ട്. ഇപ്പം മഞ്ചേശ്വരത്തെ സംബന്ധിച്ച് LDFും UDFും എല്ലാ കാലത്തും ഒത്തുകളിച്ചിട്ടുള്ള ഒരു പ്രദേശമാണ്. കാരണം BJP വിജയിക്കുന്ന ഘട്ടങ്ങളിലെല്ലാം ദശാബ്ദങ്ങൾക്ക് മുമ്പ് ശ്രീമൻ KG മാരാർ മത്സരിച്ച കാലഘട്ടം മുതൽ BJPയെ പരാജയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ ഇടതും വലതും മുന്നണികൾ ഒന്നിച്ച് വോട്ട് ചെയ്യാൻ പോലും തയ്യാറായിട്ടുള്ള പ്രദേശമാണ്. അങ്ങനെയുള്ള ഒരു പ്രദേശത്ത് ഇപ്പോൾ സുരേന്ദ്രൻ്റെ ജയസാധ്യത നഷ്ടപ്പെടുത്തിയത് ഈ തരത്തിലുള്ള കള്ളവോട്ടുകളാണ് എന്ന് വ്യക്തമായിരിക്കുന്നു. ആ കള്ളവോട്ടുകൾ എങ്ങനെയുണ്ടായി, ഈ നാട്ടിൽ ഇല്ലാതിരുന്ന ആളുകൾ അന്നേ ദിവസം വോട്ട് ചെയ്തിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം പുറത്തു വരുമ്പോൾ അത് ബോധ്യപ്പെടുത്തുവാൻ വേണ്ടി വിദേശത്തുള്ളവരുടെ രേഖകൾ കൊണ്ടുവരാനും അത് ബോധ്യപ്പെടുത്താനും എല്ലാമുള്ള ഒരു കേസിൻ്റെ പശ്ചാത്തലം ഒരുങ്ങിയപ്പോൾ ആ കേസിനെ തന്നെ അട്ടിമറിക്കാൻ വേണ്ടി ഇവിടെ വീണ്ടും LDFും UDFും ഒന്നിച്ച് പരിശ്രമിക്കുന്നു എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതിന് ഗവൺമെൻറ്റിൻ്റെ എല്ലാ പിന്തുണയും അവിടെ ഈ പറയുന്ന സുരേന്ദ്രന് എതിരായി വിജയിച്ച UDFിന്റെ ആളിന് നൽകുന്ന ഒരു സമീപനമാണ് ഇത് സ്വീകരിച്ചിട്ടുള്ളത്. സമൻസ് കൈപ്പറ്റുവാൻ സാക്ഷികൾക്ക് അവസരം കിട്ടാതിരിക്കുന്നത് ഭീഷണിയാണെന്ന് BJP ആരോപിക്കുന്നു. അങ്ങനെയുള്ള ഭീഷണി ഇല്ലാതെ ഈ സമൻസ് എത്തിച്ചു കൊടുക്കുവാനുള്ള ബാധ്യത പോലീസിനും ഉണ്ടല്ലോ. അങ്ങനെ പോലീസും അവിടെ ഒത്തുകളിച്ച് ഈ സമൻസ് കിട്ടാതിരിക്കുവാനും സാക്ഷികൾ കോടതിയിൽ എത്താതിരിക്കുവാനുമുള്ള കള്ളക്കളി നടത്തുന്നുണ്ട് എന്ന ആരോപണമാണോ ഇപ്പോഴും BJP ഉന്നയിക്കുന്നത്? തീർച്ചയായിട്ടും അതല്ലേ മഞ്ജുഷ ഞാൻ പറഞ്ഞത്. ഇടതുപക്ഷ ഭരണത്തിന് കീഴിലെ പോലീസ് ഈ കേസിൻ്റെ നടപടിക്രമങ്ങളിൽ നേരായ രീതിയിലുള്ള സമീപനമല്ല സ്വീകരിച്ചിരിക്കുന്നത് എന്ന് വ്യക്തമാണല്ലോ. അതുകൊണ്ടാണല്ലോ ഈ 26 പേരുടെ സമൻസിൽ 3 പേർ മാത്രം വരാനിടയാവുന്നത്. അപ്പോൾ ഇതേ രീതിയിലാണ് ഇനി കൂടുതൽ ആളുകൾക്കും ആ തരത്തിലുള്ള വരാനുള്ള സാഹചര്യം ഒരുങ്ങുന്നത്. അപ്പോൾ അവരെ സ്വാധീനിക്കുവാനും അല്ലെങ്കിൽ അവർ വരാതിരിക്കുവാനും അവർ മൊഴി കൊടുക്കാതിരിക്കാനും എല്ലാമുള്ള ഒരു പരിശ്രമം
ഗവൺമെൻറ്റിൻ്റെ പിൻബലത്തോടു കൂടി ഇവിടെ നടക്കുന്നു എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ശരി, ഞാൻ ഇടപെടുകയാണ്. ഒരു സാങ്കേതികമായ ഒരു കാര്യം കൂടി, 26 പേരുടെ കാര്യം താങ്കൾ പറഞ്ഞതിൽ സാങ്കേതിക പിശകുണ്ട്. സാരമില്ല, താങ്കൾ അത് മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ, ഈ സമൻസ് അയച്ചിരിക്കുന്നത് എത്ര പേർക്കാണ്? ഈ 259 പേർ എന്ന് കെ സുരേന്ദ്രൻ ഉന്നയിക്കുന്നവരിൽ മരിച്ചുപോയവരും ഉൾപ്പെടുന്നുണ്ടല്ലോ. ഇപ്പോൾ സമൻസ് അയച്ചിരിക്കുന്നത് കോടതി എത്ര പേർക്കാണ്? ഇത് 259 എന്ന കണക്ക് സുരേന്ദ്രന് ഒരു സാഹചര്യത്തിലും കിട്ടാൻ സാധ്യതയില്ല. അതെല്ലാം സ്ക്രൂട്ടനൈസ് ചെയ്തെടുത്തിരിക്കുന്ന ഒരു കണക്കാണ്. സമൻസ് എത്ര പേർക്ക് കോടതിയിൽ നിന്ന് ഇപ്പോൾ പോയിട്ടുണ്ട് എന്നുള്ളത് കോടതിയുടെ രജിസ്ട്രിയിൽ നോക്കിയാലേ അറിയാൻ പറ്റുള്ളൂ. എത്ര പേർക്ക് സമൻസ് പോയിട്ടുണ്ട്, എത്ര എണ്ണം റിട്ടേൺ ആയിട്ടുണ്ടെന്ന്. സമൻസ് റിട്ടേൺ ആയി കഴിഞ്ഞാൽ അതിന് അഫിക്ഷർ നടത്തിയൊക്കെ നടത്താം, പബ്ലിക്കേഷൻ നടത്താം, പല മോഡുകളുണ്ട്. ഇതൊരു ഇനിഷ്യൽ സ്റ്റേജിലാണ്. സമൻസ് ഇല്ലാതെ ഒന്നും കേസില്ല തീർന്നു പോകുന്നു പേടിക്കരുത്. ഇത് കേരളമാണ്. സമൻസ് സെർവ് ചെയ്തിട്ട് വരാതിരിക്കാൻ വേണമെങ്കിൽ അവർക്ക് സമൻസ് സെർവ് ചെയ്തതിന് ശേഷം പിന്നെ സെർവ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അഫിക്ഷർ നടത്തി സമൻസ് സെർവ് ചെയ്യാം. പല കാര്യങ്ങളും അതൊക്കെ മോഡ് കോടതി ചെയ്തോളും. അതിനെക്കുറിച്ചൊന്നും പറയടിക്കണ്ട. അവരുടെ വന്നു കഴിഞ്ഞാൽ അവരെ കൊണ്ട് പറയേണ്ടത് സത്യമായിരിക്കണം. ആ സത്യത്തിനെ സ്വാധീനിക്കപ്പെടാൻ പാടില്ല. ആ സത്യം എന്നത് ഞാൻ ചെയ്തിരിക്കുന്നത്, ഞാൻ വോട്ട് ചെയ്തിട്ടില്ല എന്ന് അവരിവിടെ വന്ന് പറഞ്ഞാൽ മാത്രമേ സുരേന്ദ്രന് കേസുള്ളൂ. അത് പറയാത്തിടത്തോളം കാലം സുരേന്ദ്രൻ ഒരു സാധ്യതയുമില്ല. ഒരു കാര്യം ഞാൻ പറയാം, ഇങ്ങനെ പറയുവാൻ വേണ്ടി കോടതിയിൽ ഹാജരാകേണ്ടവർ അവരെ അങ്ങോട്ട് അയക്കാതിരിക്കുവാനുള്ള നീക്കങ്ങൾ UDF-ഉം LDF-ഉം നടത്തുന്നു. ഈ ആരോപണമാണ് BJP ഉന്നയിക്കുന്നത്. ആരോടായി പറയുന്നത്? BJP എന്ന കേരളത്തിലുടനീളം ഏറ്റവും ശക്തമായി കേരളത്തിലുടനീളം കൈയൂക്ക് കൊണ്ട് കാര്യങ്ങൾ നടത്തുന്ന ഭാരതീയ ജനതാ പാർട്ടിയാണോ ഇത് ഈ പറയുന്നത്? ഭാരതീയ ജനതാ പാർട്ടിയോ CPM-ഓ ഒക്കെ ഞങ്ങൾക്കത് ചെയ്യാൻ സാധിച്ചില്ല, പേടിച്ചിട്ടാന്നൊക്കെ പറഞ്ഞാൽ കേരളത്തിലെ ജനങ്ങൾ വിശ്വസിക്കില്ല. ബിജെപിയുടെ കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് കെ ശ്രീകാന്ത് ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീകാന്ത്, ഇപ്പോൾ ഇങ്ങനെയൊരു സമ്മർദ്ദം നടക്കുന്നുണ്ടോ? ഈ സാക്ഷികൾ 259 പേരുടെ പട്ടികയാണല്ലോ നൽകിയിരിക്കുന്നത് കെ സുരേന്ദ്രൻ കോടതിയിൽ. ഇതിൽ പലർക്കും സമൻസ് പോയിട്ടുണ്ട് കോടതിയിൽ നിന്ന്. അവർ നേരിട്ട് കോടതിയിൽ വന്ന് പറയണം, ഞങ്ങൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2016 മെയ് 16 നാട്ടിലുണ്ടായിരുന്നു, അവിടെ വോട്ട് ചെയ്തു എന്ന്. ഇങ്ങനെ പറയാതിരിക്കുവാനുള്ള സമ്മർദ്ദവും ഭീഷണിയും UDF-ന്റെയും LDF-ന്റെയും ഭാഗത്തു നിന്ന് ഉണ്ടെന്ന് BJP ഇപ്പോഴും ആരോപിക്കുന്നുണ്ടോ? യഥാർത്ഥത്തില് തെരഞ്ഞെടുപ്പിന്റെ സമയത്തും ഇതേ ജനാധിപത്യ വിരുദ്ധ സമീപനമാണ് ഈ രണ്ടു കൂട്ടരും സ്വീകരിച്ചിട്ടുള്ളത്. ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള മാർഗത്തിൽ ജനാധിപത്യത്തെ കശാപ്പ് ചെയ്ത് തിരഞ്ഞെടുക്കപ്പെടുകയാണ് PB അബ്ദുൾ റസാഖ് മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥി ചെയ്തിട്ടുള്ളത്. അതിനെയാണ് ചോദ്യം ചെയ്തിട്ടുള്ളത്. അപ്പൊ ചോദ്യം ചെയ്ത് കോടതിയിൽ BJPക്ക് അനുകൂലമായിട്ട് ശ്രീ കെ സുരേന്ദ്രന് അനുകൂലമായിട്ട് ഒരു വിധി വരാനുള്ള സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതിന്റെ തെളിവുകൾ കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. അത്തരം തെളിവുകൾ ഹാജരാക്കി ഈ PB അബ്ദുൾ റസാഖിന്റെ മെമ്പർഷിപ്പ് അംഗത്വം റദ്ദു ചെയ്യാൻ സാധ്യത കൽപ്പിക്കുന്ന സമയത്താണ് ഈ കേസിനെ അട്ടിമറിക്കാൻ വേണ്ടിയിട്ട് ഇന്ന് LDF-ഉം UDF-ഉം ഒരുമിച്ച് ശ്രമിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടുള്ള തെളിവുകൾ നശിപ്പിക്കാനും അതുപോലെ തന്നെ സാക്ഷികളെ കോടതിയിൽ എത്തിക്കാതിരിക്കാനും, ഒരുപക്ഷെ എത്തിയാൽ തന്നെ അവർക്ക് അനുകൂലമായിട്ട് സത്യവിരുദ്ധമായിട്ടുള്ള പ്രസ്താവനകൾ നടത്താനുള്ള സമ്മർദ്ദമാണ് ഭരണയന്ത്രവും അതുപോലെ തന്നെ ഉള്ള കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്നത് എന്നിപ്പോ വളരെ വ്യക്തമായിരിക്കുകയാണ്. ചെയ്യാൻ പോയ കോടതിയുടെ ആമീനെ പോലും ഭീഷണിപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ കടുത്ത ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള നിയമവിരുദ്ധമായിട്ടുള്ള സമീപനമാണ് ഈ കൂട്ടർ സ്വീകരിച്ചിരിക്കുന്നത്. ശ്രീ ജോണി നെല്ലൂർ, UDF-ന്റെ ശ്രീകാന്ത് ദയവായി തുടരണം, ഞാൻ തിരികെ വരും. താങ്കൾക്ക് ഇതിനെപ്പറ്റി കൂടുതൽ വിശദാംശങ്ങൾ അറിയാവുന്നതാണ്. എന്താണ് കാസർഗോഡ് ഈ കേസുമായി ബന്ധപ്പെട്ട് മഞ്ചേശ്വരത്ത് നടക്കുന്നത് എന്ന്. ശ്രീ ജോണി നെല്ലൂർ, UDF-ഉം LDF-ഉം ഒത്തുപിടിക്കുകയാണോ മഞ്ചേശ്വരത്ത് ഈ തെരഞ്ഞെടുപ്പ് ഹർജിയിലൂടെ BJPക്ക് അനുകൂലമായ ഒരു വിധി ഉണ്ടാകാതിരിക്കാൻ വേണ്ടി? ഇപ്പോൾ കെ ശ്രീകാന്ത് പറഞ്ഞത് അവിടെ സമൻസ് കൊടുക്കുവാൻ പോയ ആമീനെ വരെ ഭീഷണിപ്പെടുത്തി ഈ സമൻസ് കൊടുക്കാതിരിക്കുന്നതിന് വേണ്ടി ഉള്ള ശക്തമായ സമ്മർദ്ദം UDF-ന്റെയും LDF-ന്റെയും ഭാഗത്തു നിന്ന് ഒരേപോലെ നടക്കുന്നു എന്നാണ്. മഞ്ജുഷ, ആദ്യമേ ഒരു കാര്യം പറയട്ടെ. ഞങ്ങളെ സംബന്ധിച്ച് കോടതി എന്ന് പറഞ്ഞാൽ കോടതി നടപടികളിലും കോടതിയുടെ വിധിവാചകങ്ങളിലും ഒക്കെ പരിപൂർണ്ണ വിശ്വാസമുള്ളവരാണ്.
കോടതിയെ ഒന്നും ഈ പറയുന്ന വിധത്തിലൊന്നും ആർക്കും കബളിപ്പിക്കുവാനോ സ്വാധീനിക്കുവാനോ കഴിയുകയില്ല. നമ്മുടെ രാജ്യത്തെ എല്ലാ ജനങ്ങൾക്കും വിശ്വാസമുള്ള ഒരു ഭരണഘടനാ സ്ഥാപനമാണ് കോടതികൾ. അപ്പോൾ ആ കോടതിയെപ്പോലും സംശയത്തിൻ്റെ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് BJP നടത്തുന്ന ഈ പ്രചരണം, ഇപ്പോൾ എൻ്റെ മുമ്പ് ശ്രീ അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ പറഞ്ഞല്ലോ, ഒരു കോടതിയുടെ നടപടിക്രമങ്ങൾ എന്താണെന്ന് ആദ്യം BJP-ക്കാരൊന്ന് മനസ്സിലാക്കട്ടെ. ഒരു തെരഞ്ഞെടുപ്പ് ഹർജി കോടതിയിൽ വന്നാൽ അതിൻ്റെ പ്രാഥമികമായ കാര്യങ്ങൾ നിർവഹിക്കുന്ന സന്ദർഭത്തിൽ പോലും കേസ് അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു എന്ന ആരോപണം ഉന്നയിച്ചാൽ ആരാ അട്ടിമറിക്കുന്നത്? കോടതിയിൽ ഇവർക്ക് വിശ്വാസമുണ്ട്. അത് ആദ്യം ഇവർ പറയട്ടെ. ഇവിടെ പ്രാരംഭ നടപടികൾ ആരംഭിച്ച് സമൻസ് വിട്ട് സമൻസ് അനുസരിച്ച് 2 പേർ കോടതിയിൽ വന്നു എന്നിപ്പോൾ ഷായോട് ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. 2 പേർ വന്ന് 2 പേർ വോട്ട് ചെയ്തു എന്ന് മൊഴി കൊടുത്തു എന്ന് പറയുന്നു. ഏതായാലും ഇപ്പോൾ 26 പേരുടെ കാര്യമാണ് ഇന്ന് സോളിസിറ്റർ ജനറൽ പരിശോധന നടത്തിയെന്നും അതിൽ 20 പേർ സ്ഥലത്തില്ല എന്നും ഒക്കെ പറയുന്നതായി മനസ്സിലാക്കുവാൻ കഴിയുന്നത്. അത് ഒരു റിപ്പോർട്ട് വന്നു എന്നുള്ളതിനെ കരുതി അത് വെച്ച് നമുക്കൊരു നിഗമനത്തിൽ എത്തിച്ചേരാൻ കഴിയില്ല. കോടതി ഇത് പരിശോധിക്കട്ടെ. കോടതി എല്ലാ വശങ്ങളും പരിശോധിച്ച് സമൻസ് അയച്ചിട്ടുള്ള ആളുകളെ കൊണ്ടുവരാൻ കോടതിക്കറിയാം. അവിടെ ഒന്നും ഒരു അട്ടിമറിയും നടക്കുമെന്ന് ഇവർ പറയുന്നത് ജനങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടിയാ. ശ്രീ ജോണി നെല്ലൂർ, ഇവിടെ BJP ഉന്നയിച്ചിരുന്ന ആരോപണം ഇവിടെ 89 വോട്ടിന് മാത്രമാണ് മഞ്ചേശ്വരം നിയോജക മണ്ഡലത്തിൽ BJP-ക്ക് ജയിക്കാൻ കഴിയാതിരുന്നത് 89 വോട്ടിന്റെ വ്യത്യാസം കൊണ്ട് മാത്രമാണ്. അത് UDF-ന്റെ മാത്രം നേട്ടമായി UDF-ന് പോലും അവകാശപ്പെടാൻ പറ്റുമോ എന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം അവിടെ LDF-ഉം UDF-ഉം ഒത്തുകളിച്ച് BJP-യെ തോൽപ്പിച്ചു എന്ന രീതിയിലുള്ള പ്രചരണങ്ങൾ ശക്തമാണ്. അവസാന നിമിഷം 89 വോട്ടിന്റെ തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നു K. സുരേന്ദ്രന്.